പഴയ നിയമത്തിലെ ഉടമ്പടി ദൈവം ഇങ്ങോട്ട് വന്നെടുത്ത ഉടമ്പടിയാണ്. മനസ്സിലായ? കൃപാസന ഉടമ്പടി ദൈവം ഇങ്ങോട്ട് വന്നെടുത്ത ഉടമ്പടിയല്ല, നിങ്ങൾ അങ്ങോട്ട് ചെന്നെടുത്ത ഉടമ്പടിയാണ്. കൃപാസനത്തിൽ വന്നെടുത്ത ഉടമ്പടിയാണ്. അപ്പം നിങ്ങൾ അവിശ്വസ്തരാകേണ്ട കാര്യമില്ല. അവിടെ ദൈവം ഇനിഷ്യേറ്റീവ് എടുത്താണെങ്കിൽ നമ്മൾ അവിശ്വസ്തരെ എടുത്താലും ഏകപക്ഷീയമായിട്ട് ദൈവം വിശ്വസ്തനായിരിക്കും. ഇതിൽ ദൈവം നമ്മളെ കൃപാസന ഉടമ്പടി ദൈവം വിശ്വസ്തനായിരിക്കുമെന്നല്ല എൻ്റെ അർത്ഥം. ആയിരിക്കുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമ്മൾ ഇനിഷ്യേറ്റീവ് ചെയ്ത് എടുത്തിരിക്കുന്ന ഉടമ്പടി കൊണ്ട് ഇതിൻ്റെ ബാധ്യത 10% നമുക്കാണ്. എന്താണ്? നമ്മൾ വിശ്വസ്തരായിരിക്കും എന്നുള്ളത്. അപ്പോൾ വിശ്വാസത്തേക്കാൾ വലുതാണ് അവിടെ വരുന്ന. എന്താണ് വിശ്വസ്തത എന്ന് പറഞ്ഞാൽ ഞാൻ പറയും സഫറിങ് ഫെയ്ത്താണ് വിശ്വസ്തത എന്ന് പറയും. സഫറിങ് ഫെയ്ത്ത്. ഞാൻ പണ്ട് സർവൈവിങ് ഫെയ്ത്താണ് നിങ്ങളോട് പറയുമായിരുന്നു. ഇപ്പം ഞാൻ നിങ്ങളോട് പറയണത് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയണത് വാട്ട് ഈസ് ഫിഡലിറ്റി? ഇറ്റ് ഈസ് സഫറിങ് ഫെയ്ത്ത്. ഒരു മനുഷ്യൻ വിശ്വാസത്തെ പ്രതി അനുഭവിക്കുന്ന സങ്കടങ്ങൾ എന്നിട്ടും വിശ്വാസം വിട്ടുമാറാതെ നിൽക്കണത്, അതാണ് വിശ്വസ്തത എന്ന് പറയണത്. ആ വിശ്വസ്തത ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്.